السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباع الفائزين أجمعين ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കരുണ കിട്ടുന്ന നല്ല അടിമകളിൽ നമ്മളെല്ലാവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി നാളെ സ്വർഗ്ഗലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ പകുതി നമ്മളിൽ നിന്നും വിട പറഞ്ഞു. ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞാൽ റജബ് മാസം 30 നമ്മൾ എടുത്താൽ അതിൻ്റെ 15ഓളം ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് ഇന്നിപ്പോൾ റജബ് മാസത്തിൻ്റെ 16ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നാളെ 16ാമത്തെ ദിവസമാണ്. അപ്പോൾ റജബ് പകുതി വിട പറഞ്ഞു. അല്ലാഹു തആല നമ്മൾ ചെയ്തിട്ടുള്ള ഈ റജബിൻ്റെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ചെയ്ത ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകമായ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അള്ളാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആക്ക് മുമ്പ് ചില ദിക്ർ ഔറാദുകളൊക്കെ പറഞ്ഞ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും നാളെ ഖബറിലും നാളെ പരലോകത്തും എല്ലാ സ്ഥലത്തും നമുക്ക് വിജയം കിട്ടാൻ വേണ്ടി വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആയുണ്ട്. നമ്മുടെ അഖില നിഖില എല്ലാ മേഖലകളും സുന്ദരമായി, എല്ലാ കാര്യങ്ങളും റാഹത്തായി, എല്ലാ കാര്യങ്ങളും ഐശ്വര്യമായി കടന്നു പോകണം, എല്ലാ സ്ഥലത്തും വിജയം ഉണ്ടാവണം. അതിന് ഈ ദുആ നമ്മൾ പതിവാക്കണം. ഏതാണ് ആ ദുആ എന്ന് പറഞ്ഞു? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതിന് ശേഷം കരഞ്ഞ് ചെയ്തൊരു ദുആയുണ്ട്. ഇതൊരു ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൊരു ദുആയാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും പ്രത്യേകിച്ച് പരലോകത്തൊക്കെ നമുക്ക് എല്ലാ വിധത്തിലുള്ള അള്ളാഹുവിൻ്റെ സഹായം കിട്ടി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയൊരു ദുആയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ പറ്റിയ ദുആയാണ്. ഈ സുന്ദരമായ റജബ് മാസത്തിൽ എന്തായാലും പറഞ്ഞിരിക്കേണ്ട ദുആയാണ്. പറഞ്ഞോ?
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين أفضل الذكر നമുക്ക് ചൊല്ലാം അഫ്ളലു ദിക്ർ ദിക്റുകളിൽ ഏറ്റവും ഉന്നതമായ ദിക്ർ ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും നാളെ ആഖിറത്തിലും കിട്ടുന്ന ദിക്ർ മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം റബ്ബേ ആരെങ്കിലും ഒരാൾ മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് അപ്പോൾ അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വാക്ക് പറഞ്ഞ് മരിക്കാനുള്ള അവസരം തരണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 റജബ് മാസത്തിൽ എല്ലാ സമയത്തും പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മുടെ ഏതൊക്കെ ദുആയുണ്ട് എല്ലാ ദുആകളിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട അതിപ്രധാനപ്പെട്ട ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള മഹാന്മാരായ എല്ലാ ആളുകളും നമുക്ക് പറഞ്ഞു തന്ന പുണ്യമായ ആ ഒരു സ്പെഷ്യൽ ദുആ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ ദുആ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان
اللهم وفقنا فيه للصيام والقيام وتلاوة القرآن اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരുന്ന പുണ്യമായ ഒരു ദിക്ർ. റജബ് എന്ന് പറഞ്ഞാൽ തത്ഹീറുൽ ബദൻ, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ്. എങ്ങനെ ഈ ദിക്റുകളും തസ്ബീഹുകളൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടിട്ട് വേണം ഷാബാനിലേക്ക് പോവാൻ. ഷാബാനിലും നമ്മൾ പൊറുക്കലിനെ ചോദിച്ചിട്ട് വേണം റമദാനിലേക്ക് പോവാൻ. അതിനാൽ ഇപ്പോഴേ നമ്മൾക്ക് പൊറുക്കലിനെ തേടാം. എങ്ങനെ പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലൊക്കെ ഒരുപാട് കണ്ട് പറയൽ പ്രത്യേകം നല്ലതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു തൗബയുടെ വചനമാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്. ഏത് ഗണത്തിലും പെടുത്താം. നമുക്ക് ആ പുണ്യമായ വചനം ഒന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല അതിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും റബ്ബ് തആല നമുക്ക് തരട്ടെ. അല്ലാഹുവേ, നിന്റെ കരുണ തരണം, നീ ഞങ്ങൾക്ക് പുറത്തു തരണം, അല്ലാഹുവേ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണം എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്ന ആ പുണ്യമായ ദുആഇന്റെ അർത്ഥം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി وتب علي اللهم اغفر لي وارحمني 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 وتب علي
علي اللهم اغفر لي وارحمني وتب 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 علي. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 4 വാക്കുകളുണ്ട്. സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട 4 വാക്കുകളെന്ന് മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ പുണ്യമായ ആ വചനങ്ങൾ നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. പറഞ്ഞോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു 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 അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ
ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്നത്തെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് മജ്ലിസ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദുആയിലേക്ക് കടക്കാം. നിരവധി പേരാണ്. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കിയാൽ എത്രയോ കമന്റുകളാണ് അല്ലെ. എത്രയോ വിഷമങ്ങള്, സങ്കടങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടി ദ്വാരകൾ, ഇങ്ങനെ പ്രവാസികളായ ആളുകൾ, അതുപോലെ തന്നെ ലക്ഷദ്വീപിലുള്ള ഒരുപാട് പേര്, അതുപോലെ തമിഴ്നാട്ടിലുള്ള, കർണാടകയിലുള്ള, മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് സഹോദരിമാരെ, സഹോദരങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്നവരാണ്, മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുപാട് ദുആവസീയത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒന്നിച്ച് ദ്വാരക്കാം. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ബർക്കത്തിനായി ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഇലാ ഹദ്റത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. അർഹമുറാഹിമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ദിക്ർ ഔറാദുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ സ്വതക്കാ കർമ്മങ്ങൾ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആഖിറത്തിലേക്ക് വരുമ്പോ ഇതെല്ലാം ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹ്. ഈമാനുള്ള ജീവിതം തരണേ അല്ലാഹ്. ഇഖ്ലാസുള്ള ജീവിതം പ്രധാനിക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഖബറിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ്, അല്ലാഹു, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മരുമക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബാദികൾ ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗപ്രവേശനം പ്രധാനിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ
നാളെ ഞങ്ങൾ മരിച്ചു പോവാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസുകൾ കാണുന്ന, ഇതിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ, എല്ലാവർക്കും നീ ഇഹപര വിജയം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കമന്റിലൂടെയും നേരിട്ടും അല്ലാതെയൊക്കെ ഫോണിൽ വിളിച്ചുമൊക്കെ ദുആ വസിയത്ത് പറയുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, എല്ലാവരുടെയും അല്ലാഹുവേ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കമന്റിലൂടെ ഒരുപാട് പേര് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പല ഉമ്മമാർക്കും വാപ്പമാർക്കും കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദ് ദുആ രക്കണമെന്നും പറഞ്ഞവരുണ്ട്. റഹ്മാനെ, ഞങ്ങളോട് ഇഷ്ടമുള്ള, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ, ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ആരെല്ലാം ഉണ്ടോ, ഏതെല്ലാം വ്യക്തികളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ സലാമത്ത് തരണേ അല്ലാ. ബറക്കത്ത് തരണേ അല്ലാ. ഐശ്വര്യം തരണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ദുഃഖങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. ടെൻഷനുകൾ മാറ്റിത്തരണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. മാരകമായ സുഖങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ രോഗം പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, സ്ട്രോക്ക് പോലെ ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങളെ കിടപ്പിലാണ്. പലരും കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്യാൻസർ വന്നിട്ട് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പല സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയും ശരീരത്തിൽ ചില തടിപ്പുകൾ വന്ന് അത് കുത്തിയെടുത്തിട്ട് അല്ലാഹുവേ പടച്ച റബ്ബേ അത് ടെസ്റ്റിന് വേണ്ടി അയച്ചിരിക്കുകയാണ്, റിസൾട്ടിന് കാത്തിരിക്കുകയാണ്. ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നവരാണ്. പലരുടെയും ഓപ്പറേഷൻ കഴിഞ്ഞ ചികിത്സയിലാണ്. അല്ലാഹുവേ, പലരും ഐസിയുലാണ്, വെന്റിലേറ്ററിലാണ്. റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബാദികളിൽ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, ലോക മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും അസുഖങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറ് കൊടുക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, റജബ് മാസത്തിലാണ് ഞങ്ങൾ ഉള്ളത്. റജബിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ശഅബാനിൽ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാ. ആ റമദാൻ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്. വീടില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരെ, സഹോദരങ്ങളെ, അവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിദേശികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രവാസികൾ, അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടം ലാഭകരമാക്കണേ അല്ലാ. വീട്ടിൽ ഐശ്വര്യം തരണേ അല്ലാ. വാഹനത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. പിണക്കങ്ങൾ മാറ്റി തരണേ അല്ലാ. ഇണക്കം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വർഷം ഹജ്ജിനും ഉംറക്കും പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ യാത്രകൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, റമദാനിലേക്ക് എത്തിച്ചു തരണേ അല്ലാ. ഈമാനുള്ള ജീവിതം തരണേ അല്ലാ. ഇഖ്ലാസുള്ള ജീവിതം തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ചൊല്ലിയത് പറഞ്ഞതെല്ലാം സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. മറ്റുള്ളവർക്ക് ഈ മജ്ലിസിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോകൾ, ഈ ഒരു ക്ലാസ്സുകൾ വേഗത്തിൽ എത്താൻ അത് കാരണമാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അപ്പോൾ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.